കല്യാണയോഗം. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻ. ചുണ്ടുകളൊന്ന് നനച്ച് കാർ ഒതുക്കി അവൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഓടുമ്പോൾ ഏത് വിധേനയും ആദ്യം തന്റെ കാറിലേക്ക് കയറ്റിടുന്നൊരു ഉദ്ദേശവും അവനുണ്ടായിരുന്നു. തന്റെ മുന്നിലേക്ക് ഓടിക്കയറിയ നിരഞ്ജനെ കണ്ടതും സാരി ഒതുക്കി പിടിച്ച ആദ്യം ഒന്നുകൂടെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നു. സാരെന്താ ഇവിടെ? അവന്റെ ആ ഓടിയവരിൽ സംശയത്തോടെയാണ് അവൾ ചോദിച്ചത്. ഞാൻ തന്നെ കണ്ടിട്ട് വന്നാ. താനെന്താ ഇവിടെ നിൽക്കുന്നത്? വീട്ടിലേക്ക് പോകുന്നില്ലേ? തന്റെ വണ്ടി എന്തേ? വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. അവന് എല്ലാ ചോദ്യത്തിലുള്ള മറുപടിയായിരുന്നത്. തൻ്റെ വീടിൻ്റെ അവിടേക്ക് ഇവിടുന്ന് ബസ്സൊക്കെ കുറവല്ലേ? മഴയായതുകൊണ്ട് ഉള്ളത് തന്നെ ഓടുന്ന സംശയം. ഒരു കാര്യം ചെയ്യും, താൻ എൻ്റെ കൂടെ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വളരെ സ്വാഭാവികമായി അവൻ പറഞ്ഞു നിർത്തി. വേണ്ട സാർ, ബസ് വന്നോളൂ, ഞാൻ അതിൽ പൊക്കോളാം. സാർ വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്കെന്ത് ബുദ്ധിമുട്ടാണോ? ഇതിപ്പോൾ തന്നെ കൊണ്ടാക്കാനല്ല ഞാൻ ആ വഴി പോകുന്നു. എനിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെയും കൂടെ കൂട്ടാമെന്ന് കരുതി. വളരെ മാന്യമായ രീതിയിൽ അവൻ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കണ്ണുകൾ അനുസരണക്കേട് കാട്ടിക്കൊണ്ട് ആദിയെ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ മുഖത്തേക്ക് ആദ്യം നോക്കാത്തതും അവനൊരു ഉപകാരമായി തോന്നിയ ആ നിമിഷം. കഴുത്തിലും അവളുടെ ചുണ്ടിലും കണ്ട പാടെന്താണെന്ന് മനസ്സിലാക്കാൻ അവനധികം സമയമെടുത്തില്ല. സാരിക്ക് മുകളിൽ കിടക്കുന്ന വൈരിൽ നിന്ന് ആലേഖനം ചെയ്ത താരിയേക്ക് അവൻ ഇഷ്ടക്കേടോടെ നോക്കി നിന്നു. ആദ്യം അപ്പോഴും താൻ വരുന്നില്ല, സാറ് പൊയ്ക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും കാര്യമാക്കിയില്ല. അവസാനം അവൾ വരില്ലെന്ന് ഉറപ്പായതും താൻ പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞതേ ആദ്യ ഈർഷ്യയുടെ മുഖം വെട്ടിച്ചു. ബസ് സ്റ്റോപ്പിൽ അധികം ആളുകളൊന്നുമില്ല. ഉണ്ടായിരുന്നവർ രണ്ടുപേരും തന്നെ അവരുടെ ബസ് വന്നപ്പോൾ കയറി പോവുകയും ചെയ്തു. നിരഞ്ജൻ ഒന്നുകൂടെ ആദ്യയുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാൻ നോക്കിയെങ്കിലും അവൾ അകന്നു മാറി. എൻ്റെ വിവാഹം അടുത്ത മാസമാണ്. ആദ്യ ഹസ്ബൻഡിനെയും കൂട്ടി വരണം. ഒഫീഷ്യലായിട്ട് ഞാൻ വീണ്ടും വിളിക്കാം. തന്നെ അവളൊട്ടും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാണ് നിരഞ്ജൻ അങ്ങനെ ഒരു വിഷയം എടുത്തിട്ടത്. ഒപ്പം തന്നെ വിവാഹക്കാര്യം പറയുമ്പോൾ അവളുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാനൊരു വ്യഗ്രത. പക്ഷേ താൻ പ്രതീക്ഷിച്ച ഒരു ഞെട്ടലോ ചെറിയൊരു നിരാശ പോലും അവളുടെ മുഖത്തില്ലാത്ത കണ്ട് നിരഞ്ജന്റെ മുഖം വല്ലാതെ മങ്ങി. തന്നെ അവളൊന്നും ശ്രദ്ധിച്ചിട്ടുകൂടെയില്ലെന്ന് ഇതോടെ അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അവൻ സൈലന്റ് ആയെങ്കിലും വീണ്ടും എന്തൊക്കെയോ ചോദിച്ച ആദ്യയുടെ അടുത്തേക്ക് വരാൻ അധികം സമയമൊന്നും എടുത്തില്ല. തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് പറയുന്നതിനൊപ്പം വീരുവിനെ കുറിച്ച് കിള്ളി ചോദിക്കാൻ അവൻ തിടുക്കം കൂട്ടിയിരുന്നു. അവർ തമ്മിൽ രസത്തിലാണോ എന്നറിയാനൊരു തിടുക്കം. പലതിനും ഉത്തരം നൽകാതെ ആദ്യ കയ്യിലെ ഫോണിൽ കുത്തിപ്പിടിച്ചെന്നെങ്കിലും നിരഞ്ജൻ തന്റെ വാടക്കാൻ തയ്യാറായിരുന്നില്ല. പല്ലുകടിച്ച് ഫോണിൽ നോക്കിയെന്ന ആദി പെട്ടെന്ന് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ മെസ്സേജിലേക്ക് കണ്ണുകൾ വിടർത്തി നോക്കി. അടുത്ത നിമിഷം മുഖമുയർത്തി അവൾ ചുറ്റും നോക്കിയത് ഒതുക്കിയിട്ട കാറിലും തലയിൽ കൈയും വെച്ച് തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നവനെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നു. ആദിയുടെ മുഖത്തെ പുഞ്ചിരി കണ്ട സംശയത്തോടെ മുന്നോട്ട് നോക്കിയ നിരഞ്ജൻ പെട്ടെന്ന് തൊട്ടുമുമ്പിലായി വന്നിരുന്നവനെ കണ്ട് ഞെട്ടി രണ്ടടി പുറകിലേക്ക് നീങ്ങിപ്പോയിരുന്നു. നനവ് പറ്റിയ ടീഷർട്ട് ഒന്ന് കുടഞ്ഞ് നെറ്റിലേക്ക് വീണ മുടികളെ കൈകൊണ്ട് മാടിയൊതുക്കി വീര് മുന്നിൽ നിൽക്കുന്നവനെ കണ്ണുകുറുക്കി നോക്കി. ഇതെന്റെ ഹസ്ബൻഡ്. സാറിനെന്തൊക്കെ അറിയണമെന്ന് വെച്ചാൽ ഇവനോട് ഇനി നേരിട്ട് ചോദിച്ചോളൂ. ഒരു പരിചയപ്പെടുത്തൽ എന്ന പോലെ ആദ്യം പറഞ്ഞു നിർത്തുമ്പോൾ നിരഞ്ജന്റെ മുഖം വിളറിപ്പോയിരുന്നു. ഇവരുടെ വിവാഹത്തിന് പോകാത്തതുകൊണ്ട് വീരുവിനെ അവൻ കണ്ടിട്ടില്ല. വീരു, ഇത് ഞങ്ങളുടെ മാനേജറാണ്, നിരഞ്ജൻ സാർ. അവൾ പറഞ്ഞു നിർത്തിയതും വീരുവിന്റെ മുഖം ഒന്നുകൂടെ കടുത്തു. പണ്ടൊരിക്കൽ നിരഞ്ജന്റെ അടുത്തുനിന്ന് വന്ന പ്രപ്പോസലിനെ കുറിച്ച് ആദ്യൊരിക്കൽ അവനോട് പറഞ്ഞിരുന്നു. ഹായ്, ഐ ആം വൈരി. മുന്നിലേക്ക് നീണ്ടുവന്ന അവന്റെ കയ്യിലേക്കൊന്ന് മടിച്ചെങ്കിൽ നിരഞ്ജൻ കൈ ചേർത്ത് വെച്ചു. പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവന്റെ മുഖത്തെ ഭാവങ്ങൾ പെട്ടെന്ന് പിടികിട്ടിയില്ലെങ്കിലും വിരലുകൾ നുറുങ്ങുന്ന വേദനയിൽ അയാളുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്നിമറഞ്ഞു. ആദ്യം രണ്ടുപേരെയും മാറി മാറി നോക്കിയതും അവളെ നോക്കി കണ്ണു നിറുക്കി വീരു കൈവിട്ടതേ നിരഞ്ജനും തന്റെ കൈ വേഗത്തിൽ വലിച്ചെടുത്തിരുന്നു. ചുവന്ന കൈ ആദ്യം കാണാതെ അവൻ പെട്ടെന്ന് പുറകിലേക്ക് പിടിച്ചു. എന്താണ് നിരഞ്ജൻ അറിയേണ്ടത്? ചോദിച്ചോളൂ. അതേ ചിരിയോടെ വീര് ചോദിക്കുമ്പോൾ നിരഞ്ജൻ ഒന്ന് തപ്പിത്തടഞ്ഞു. ഏയ് നത്തിങ്, ഞാൻ വൈരിന്റെ ജോബിനെ കുറിച്ചൊക്കെ അധികമായിട്ട് ജസ്റ്റ് സംസാരിച്ച. പിന്നെ മഴയാണല്ലോ, ഇയാൾ ബസ് സ്റ്റോപ്പിൽ തനിയെ നിൽക്കുന്നുണ്ട്, ഞാനൊരു ലിഫ്റ്റ് ഓഫർ ചെയ്തു. മുഖത്ത് പരമാവധി സ്വാഭാവികത വരുത്തി തീർത്തെന്ന് ചോദിക്കാതെ തന്നെ നിരഞ്ജൻ പറയുമ്പോൾ വീരൊന്ന് ചിരിച്ചു. ഓ, അപ്പൊ നിരഞ്ജൻ ആ വഴിക്കായിരുന്നോ? ഇല്ല, എനിക്ക് ആ വഴി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ വൈര്യം വരുന്ന കാര്യം അദ്വൈകനോട് പറഞ്ഞില്ല. തന്റെ ഭാഗം വ്യക്തമായി ക്ലിയറാക്കി അവൻ പറഞ്ഞു നിർത്തി. എന്തായാലും ഞാൻ വന്നല്ലോ, ഇനി നിരഞ്ജൻ പോയിക്കോളൂ. അവരെ നോക്കിയത് ചിരിച്ചു പോകാൻ തുടങ്ങിയതും വീരുവിന്റെ ഉള്ളിൽ പെട്ടെന്ന് അവൻ സ്റ്റെക്കായി. ആദിയെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി വീര് അവനടുത്തേക്ക് ഒന്നുകൂടെ ചേർന്നു. പിന്നെ ആദിക്ക് മാത്രമാണോ ഈ കൺസിഡറേഷൻ? അല്ലെങ്കിൽ ഓഫീസിൽ എല്ലാവർക്കും നിരഞ്ജൻ ലിഫ്റ്റ് ഓഫർ ചെയ്യാറുണ്ടോ? ചോദിക്കുമ്പോൾ അത്രയും നേരം ആദ്യം ഒഴിഞ്ഞു നോക്കിയിരുന്ന അവന്റെ മിഴികൾ കുത്തിയെടുക്കാനുള്ള ദേഷ്യം വീരുവിന്റെ മുഖത്ത് തെളിഞ്ഞിരുന്നു. കാറിൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കണ്ടതാണ് അവൻ ഇരുവരെയും. തന്റെ പെണ്ണിന് നേർക്കുള്ള അവന്റെ നോട്ടവും നിൽപ്പും വീരു ശരിക്കും കണ്ടതുമാണ്. ഇനിയിപ്പോ നീ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ ആദ്യം അവളെങ്ങ് വിട്ടേക്ക്.
എൻ്റെ സ്വന്തമായതിനാരും നോക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. സോ പ്ലീസ്. പറയുമ്പോൾ തന്നെ അവൻ്റെ കൈകൾ നിരഞ്ജൻ്റെ കയ്യിൽ ഒന്നുകൂടെ അമർത്തി പിടിച്ചു വിട്ടു. അവനിൽ നിന്നറിയാതെ ഒരു ആർത്തനാദം ഉയർന്നുപോയി. തിരിച്ചവനോട് പ്രതികരിക്കാനുള്ള ധൈര്യമൊന്നും നിരഞ്ജനില്ലതാനും. വീരുവിൻ്റെ സാമീപ്യത്തിൽ ഒരു പ്രാവശ്യം കൂടി ആദ്യം തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം പോലും അവന് കിട്ടിയില്ല. കാണുന്ന ചോക്ലേറ്റ് ബോയിലൊക്കെ ഉള്ളൂ. വീരുവിൻ്റെ സ്വഭാവം അതിന് നേരെ വിപരീതമാണെന്ന് ചെക്കൻ്റെ നോട്ടത്തിലും കയ്യിൽ പിടിച്ച പിടിയിലും നിരഞ്ജനും മനസ്സിലായിരുന്നു. മാറി നിന്നുകൊണ്ടും മഴയുടെ ശബ്ദം കൊണ്ടും അവർ പറഞ്ഞ ആദ്യം കേട്ടില്ല. പരവേശത്തോടെ കാറിനടുത്തേക്ക് ഓടുന്ന നിരഞ്ജനെ അവൾ സംശയത്തോടെ നോക്കി. ഇവിടെ ഇത്രയും സുന്ദരനായി ഞാൻ നിന്റെ മുമ്പിൽ തന്നെ നിൽക്കുമ്പോൾ ഏത് കോന്തനെയാടി നീ നോക്കുന്നേ? അവളുടെ ദൃഷ്ടി മറച്ച് മുന്നിൽ കയറിയുന്നവൻ ആദ്യം ചുഴിഞ്ഞു നോക്കി. അയ്യടാ, ഒരു ചുന്ദരൻ ഇപ്പൊ ഇവിടുന്ന് പൊട്ടിമുളച്ചു. ഞാൻ എത്ര തവണ നിന്നെ വിളിക്കാൻ നോക്കി, കോള് പോകുന്നില്ലായിരുന്നു. പറയുമ്പോൾ അറിയാതെ അവളിൽ ഒരു പരിഭവം നിറഞ്ഞു. ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നില്ലേ, അതോ ആ കോന്നന്റെ കൂടെ? ഒന്ന് ക്ഷമിക്കേണ്ട പെണ്ണ്, മഴയല്ലേ. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോ അമ്മ പറഞ്ഞിട്ട് നേരെങ്ങി വെച്ച് പിടിക്കുകയായിരുന്നു. നീ എന്താ നിരഞ്ജൻ സാറിനോട് പറഞ്ഞേ? എന്ത്? മഴയൊക്കെ അല്ലേ, സൂക്ഷിച്ച് പോകാൻ പറഞ്ഞതാ. കളിയോടാവൻ പറഞ്ഞതും അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അല്ല, എവിടെ നിൽക്കാനാണോ പ്ലാൻ? വീട്ടിൽ പോകണ്ടേ? സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചുള്ള ചെക്കൻ്റെ പറച്ചില്ല അവളൊന്ന് കണ്ണുരുട്ടി. നോക്കി പേടിപ്പിക്കാതെ മതി, വാ ഇരുട്ടാവുന്നു. പറയലും അവളുടെ കയ്യും പിടിച്ച് അവൻ കാറിൻ്റെ അടുത്തേക്ക് ഓടിയിരുന്നു. നല്ല മഴയായതുകൊണ്ട് നനഞ്ഞാണ് രണ്ടും കാറിൽ കയറിയത്. എൻ്റെ സ്കൂട്ടി ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പോകുന്ന വഴിക്ക് കീ അവിടെ ഏൽപ്പിക്കാം, ആളൊന്ന് നോക്കിക്കോളൂ. പറച്ചിലിനൊപ്പം വീരു കാറെടുത്തിരുന്നു. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓരോന്നും മിണ്ടിയും പറഞ്ഞ് രഞ്ജിത്തിന്റെ വർക്ക്ഷോപ്പിൽ കീയും കൊടുത്ത് അവർ യാത്ര തുടർന്നു. അടുത്ത ആഴ്ച ഗുരുവായൂർ പോകണമെന്ന് അച്ഛമ്മ പറഞ്ഞല്ലോ. എന്നോടും പറഞ്ഞിരുന്നു. സൺഡേ പോവാന്നാ പറഞ്ഞേ, അപ്പൊ എല്ലാവർക്കും ഒഴിവാണല്ലോ. ആദ്യം സന്തോഷത്തോടെ അവനെ നോക്കി. എന്നാലേ അവരങ്ങ് പൊക്കോട്ടെ, നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. അതെന്തിന്? നമുക്ക് അവിടെ കൂടെ അങ്ങ് പോയാൽ പോരെ? എനിക്ക് വരാൻ പറ്റില്ല. അതൊന്നും എനിക്ക് വരാൻ പറ്റാത്തേ? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? എനിക്കൊരു പ്രോഗ്രാമുണ്ട്. വീരു പെട്ടെന്ന് പറഞ്ഞതേ ആദിയുടെ മുഖം വാടിപ്പോയി. കഷ്ടായിപ്പോയി. അമ്മ പറഞ്ഞപ്പോൾ ഞാനും പോവാന്ന് ആശിച്ചതാ. ഇതിപ്പോ എന്നാ ഞാൻ പൊക്കോട്ടെ? അവൾ പെട്ടെന്ന് ചോദിച്ചതേ ചെക്കൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു. നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? നീ പ്രോഗ്രാമിന് മുമ്പ് ഞാൻ ഒറ്റക്കാവില്ലേ? നിന്നെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോവില്ല, കൂടെ കൊണ്ടുപോകും. അതുപോലെ എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ പോവാന്ന് വിചാരിക്കണ്ട. വാശിയോടെ വീരു പറഞ്ഞിർത്തുമ്പോൾ ഇവനിത് എന്തെന്ന പോലെ അവൾ ചെക്കനെ കണ്ണു ചുരുക്കി നോക്കി. അപ്പോഴേക്ക് ആർത്തുല്ലസിച്ചൊരു മഴ കൂടെ അങ്ങോട്ട് എത്തിയിരുന്നു. ചെരൽ വാരിയെറിയുന്ന പോലെ ശക്തമായ മഴയിൽ വീരു റോഡിന് സൈഡിലേക്കായി കാർ ഒതുക്കി നിർത്തി. അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത വഴിയാണ്. ഒരു വശം പാടമാണെങ്കിൽ മറുവശം വലിയ മതിൽക്കെട്ടാണ്. പുറത്തേക്ക് നോക്കി ആദി തൊട്ടടുത്ത് നേട്ട തുമ്മിൽ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു. മുഖവും കുത്തി അപ്പോഴേക്ക് 2-3 പ്രാവശ്യം കൂടെ വീര് തുമ്മിക്കഴിഞ്ഞിരുന്നു. മഴച്ചാറ്റിൽ കൊണ്ടതിൻ്റെയാണ്. ചെറുതായിട്ട് നനഞ്ഞുള്ളെങ്കിലും ചെക്കന് ഇത് തന്നെ ധാരാളമാണെന്ന് ആദിക്കറിയാം. ആദി പെട്ടെന്ന് സാരി തലയെടുത്ത് അവന് നനഞ്ഞ മുടി തുടക്കാൻ പോയപ്പോഴാണ് തൻ്റെ സാരിയും നനവാണെന്ന് അവൾ ഓർക്കുന്നത്. ബാഗിൽ നിന്ന് കർച്ചീഫ് എടുത്ത് ആദി പെട്ടെന്ന് അവനടുത്തേക്ക് നീങ്ങി. ഒന്ന് പതുക്കിയാതി, നീ എൻ്റെ മുടിയൊക്കെ പറിച്ചെടുക്കുവോ? പിന്നെ വെള്ളം പോണ്ടേ? ചെറിയ നനമതി, എനിക്ക് പനി വരാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ? പറച്ചിലിനൊപ്പം അവൾ ഒന്നുകൂടെ അവനോട് ചേർന്നിരുന്നു. ചിരിയോടെ കണ്ണൊന്ന് ചിമ്മി തുറന്ന വീരുവിൻ്റെ നോട്ടമെത്തിയത് അവളുടെ അരക്കെട്ടിൽ നനഞ്ഞൊട്ടി കിടക്കുന്ന സാരിയിലേക്കാണ്. അവൻ്റെ മിഴികളൊന്ന് പിടഞ്ഞു. വിരൽ തുമ്പാൽ മെല്ലെ ആ സാരി വകഞ്ഞു മാറ്റുമ്പോൾ ഒരു കള്ളച്ചിരി അവൻ്റെ ചുണ്ടിൽ മിന്നി മാഞ്ഞിരുന്നു. വയറിലൂടെ എന്തോ ഇഴഞ്ഞ പോലെ തോന്നിയാണ് ആദ്യം ഞെട്ടി താഴേക്ക് നോക്കിയത്. അപ്പോഴേക്കും സാരി മാറ്റി പൂർണ്ണമായി അവൻ്റെ കൈ അവിടെ അമർന്ന് കഴിഞ്ഞിരുന്നു. ആദി പരവേശത്തോടെ അവൻ്റെ കൈക്ക് മുകളിൽ പിടിച്ചതും ചുണ്ടിലെ ചിരി മായ്ക്കാതെ വീരുമിഴികൾ ഉയർത്തി അവളെ നിന്ന് നോക്കി. സീറ്റ് ബെൽറ്റ് ഊരി തന്നിലേക്ക് ചാഞ്ഞു വരുന്നവൻ്റെ നെഞ്ചിൽ ആദിയുടെ മറുകൈ തടസ്സമായി വന്നെങ്കിലും അവനത് പ്രശ്നമായിരുന്നില്ല. തൊട്ടു തൊട്ടു വരുന്നവൻ്റെ നിശ്വാസത്തിൽ ആദി ഒന്നുകൂടെ സീറ്റിലേക്ക് അമർന്നിരുന്നു. വീരുവിൻ്റെ മിഴികൾ അപ്പോഴും അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലായിരുന്നു. ആദിയുടെ നോട്ടം ചുറ്റുപാടുമൊന്ന് പാഞ്ഞു. റോഡാണ് വീരു, വേണ്ടടാ. പിടച്ചിലോട് അവൾ മുഖം തിരിച്ചതും കവിളിൽ അറിഞ്ഞ നോവിൽ പെണ്ണ് കണ്ണുകളിറക്കി അടച്ചു പോയി. 1-2 നിമിഷങ്ങൾ കഴിഞ്ഞു. അവനിൽ നിന്ന് മറ്റൊരു നീക്കമില്ലാതെ വന്നത് ആദി കണ്ണു തുറന്ന നിമിഷം സീറ്റിൽ നിന്ന് അവൾ ഉയർന്നിരുന്നു. ഞെട്ടിപ്പകച്ച് അവൾ സ്വഭാവത്തിലേക്ക് വരും മുന്നേ വീരുവിൻ്റെ അധരങ്ങൾ അവളിൽ അമർന്ന് കഴിഞ്ഞിരുന്നു. വിടർന്നു പോയ മിഴികൾ ആദി ചിമ്മി അടച്ചു.
കടിച്ചെടുത്ത കവിൾത്തടങ്ങളിൽ കരങ്ങൾ അമർത്തി ഇരുതളങ്ങളെയും അവൻ മാറി മാറി നുകർന്നുകൊണ്ടിരുന്നതും ആദിയിൽ ലയിച്ചു പോയിരുന്നു ആ ചുംബനത്തിൽ. പിടച്ചിലോട് അവളുടെ വിരലുകൾ അവൻ്റെ ടീഷർട്ടിൽ പിടുത്തമിട്ടു. നാവുകൾ തമ്മിൽ കെട്ടുപിണയുമ്പോൾ ചൂട് തേടി തന്നെ മേനിൽ അലയുന്ന അവൻ്റെ വിരലുകൾ ആദിയുടെ വിരലുകളും മുറുകി. ഗ്ലാസ്സിലൂടെ ഒഴുകിയിറങ്ങുന്ന നീർത്തുള്ളികൾക്കൊപ്പം അവരുടെ കൈകളും തെന്നി നീങ്ങി. സമയം നീങ്ങുന്തോറും ശ്വാസം വിടാൻ ഗ്യാപ്പ് നൽകിക്കൊണ്ട് മെല്ലെ മെല്ലെ മുത്തി നുകരുന്നവൻ്റെ ചുംബനം ആദിയെയും വല്ലാതെ ത്രസിപ്പിച്ചിരുന്നു. മഴയുടെ കുളിരും AC-യുടെ തണുപ്പിൽ അവൾ ഒന്നുകൂടെ അവനോട് ഒട്ടിച്ചേർന്നു. കുറ്റിത്താടി വളർന്നിരിക്കുന്ന ചെക്കൻ്റെ കവിളിൽ ആദിയുടെ കൈയും അമർന്നു. നുകർന്നിട്ടും മതിവരാതെ അവളുടെ കീഴ്ചുണ്ടിൽ മെല്ലെ ഒന്ന് കടിച്ചു വിട്ടവൻ പെണ്ണിൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് പതിയെ അവിടെ നിന്ന് കടിച്ചു. ഇക്കിളിയെടുത്തെന്ന പോലെ ആദ്യം തലവെട്ടിച്ച നിമിഷം മാറിലൂടെ ഊർന്ന് താഴേക്ക് വീണ സാരിയിലേക്കാണ് ആദ്യം ഞെട്ടലോട് നോക്കിയത്. ആ ഉമ്മവക്കലിനിടയിൽ അവൻ സാരിയുടെ പിന്നഴിച്ചതുപോലും അവൾ അറിഞ്ഞില്ല. അതേ ഞെട്ടലോട് ആദ്യം തല ഉയർത്തി നോക്കിയതും ചെക്കൻ്റെ നോട്ടത്തിൽ ഉരുകിപ്പോകുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് വീരു നിനക്ക്. പറച്ചിലിനൊപ്പം പരവേശത്തോടെ സാരി എടുത്ത് അവൾ ദേഹം മറക്കാൻ നോക്കിയെങ്കിലും വീരുവിൻ്റെ കൈ അവളുടെ കയ്യിൽ മുറുകിയിരുന്നു. ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് പൊങ്ങിത്താഴുന്നവളുടെ നെഞ്ചിലേക്ക് അവൻ കൊതിയോടെ നോക്കി. അടുത്ത നിമിഷം ആദിയുടെ മറുകൈ അവൻ്റെ മിഴികൾക്ക് മേലെ വന്നതും ചെക്കൻ്റെ ചുണ്ടൊന്ന് കൂർത്തു. കൈ മാറ്റാതി, ഐ വാണ്ട് ടു സീ ദാറ്റ്. പറച്ചിലിനൊപ്പം തന്നെ വീര അവളുടെ ആ കൈ കൂടെ പിടിച്ച് താഴ്ത്തി. എന്തൊരു ഭംഗിയാടി, വെറുതെ അല്ലല്ലേ എൻ്റെ പെണ്ണിതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനിയും ഞാൻ കാണാത്തതായിട്ട് ഒരുപാട് ഉണ്ടാവില്ലേ? എല്ലാം എനിക്ക് കാണണം. അവളുടെ നെഞ്ചിലേക്ക് അവൻ്റെ കണ്ണുകൾ സൂഴ്ന്നിറങ്ങി. ആദിയുടെ മെയ്യും മനം ഒരുപോലെ വിറച്ച നിമിഷം. വീരു പ്ലീസ്, ഇങ്ങനെയൊന്നും പറയില്ലേ നീ. പതർച്ചയോടെ അതിലുപരി ചുവന്ന് കയറിയ മുഖാവനിൽ നിന്ന് മറക്കാൻ കഴിയാതെ അവൾ വെപ്രാളപ്പെട്ടു. ശരി, പറയുന്നില്ല. എന്നെ പെണ്ണൊന്ന് കാണിച്ചാൽ മതി. എന്ത് കാണിക്കാൻ? ഈ നമ്മുടെ വീടല്ലേ ചെക്ക. പിടിച്ചു വച്ചിരിക്കുന്നവൻ്റെ കൈ വിടിവിക്കാൻ എന്ന പോലെ അവൾ കിടന്ന് കുതിരയെങ്കിലും ഫലമുണ്ടായില്ല. വീടായിരുന്നെങ്കിൽ കാണിച്ചു തരുമോ? കുറുമ്പോടെ ചോദിക്കുന്നവൻ ആദ്യം ദയനീയമായി നോക്കി. പിടിച്ചു വച്ചിരിക്കുന്ന കൈ രണ്ടും അവളുടെ വയറിനോട് ചേർത്ത് വെച്ച് ഒന്നുകൂടെ പെണ്ണിനെ മടിയിലേക്ക് ചേർത്തിരുത്തി അവൻ അവളുടെ തോളിൽ താടി കുത്തി വെച്ചു. നേരത്തെ പോലെ നോക്കിയിരുന്നാൽ ചിലപ്പോൾ തൻ്റെ കയ്യിൽ നിൽക്കില്ല. കാറാണ് റോഡാണെന്നൊക്കെ മറന്നിരിക്കും. അതുപോലെ ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറിൽ പെണ്ണിനെ വിട്ടുകളയാനും തോന്നുന്നില്ല. ആദ്യം പൊഴിയിരുന്ന് വിറക്കുകയാണ്. പിൻകഴുത്തിൽ വീരുവിൻ്റെ നാവും ചുണ്ട് ഒരുപോലെ ചലിച്ചതും ആദ്യ കണ്ണുകൾ ഇറുകി അടച്ച് തുറന്നു. വീട്ടിൽ പോണോ? ചെവിത്തുമ്പിലൊന്ന് കടിച്ചു വിട്ട് കാറ്റുപോലെ ചോദിച്ചതും ആദ്യ മുഖമൊന്ന് വെട്ടിച്ചു. പോണാദി. പൊക്കിൽ ചുഴിക്ക് ചുറ്റും അവൻ്റെ വിരലുകളൊന്ന് വട്ടം കറങ്ങി. വീരു. അവളുടെ വിളിയിൽ കഴുത്തിൽ പിന്നെ അവൻ്റെ പല്ലൊന്ന് അമർന്നു. എന്നെ കൊതിപ്പിക്കുന്ന കാണിച്ചു തരൂ എനിക്ക്. നേരത്തെ സ്വരത്തിൽ വീണ്ടും അവൻ്റെ ശബ്ദം കാതിലേക്ക് എത്തിയതും ആ തണുപ്പിലും ആദി വിയർത്തു പോയി. കാലിൽ കൂടെ ഒരു മിന്നൽ പിണർ മേലാകെ അടിച്ച് കയറിയ പോലെ. പറാതി. ഇടിച്ചു മറിയുന്ന ഹൃദയത്തെ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അവളൊന്ന് മൂളിയതും വീരു കണ്ണുമിഴിച്ച് അവളെ നോക്കി. ഒരു കുസൃതി തോന്നി ചോദിച്ചതാണ്. പെണ്ണിൻ്റെ പിടച്ചിലും കുതിരലൊക്കെ കുറെ കൂടെ ആസ്വദിക്കാൻ വേണ്ടി മാത്രം. ഇതിപ്പോൾ നനച്ചിരിക്കാതെ ബിരിയാണി കിട്ടിയല്ലോ ഈശ്വര. അത്രയും സന്തോഷം തോന്നിയ നിമിഷം പെണ്ണിൻ്റെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. വീരു അവളിലെ പിടിവിട്ടതും സാരി മാറിലേക്കിട്ട് ആദി വേഗം സീറ്റിലേക്ക് ഇറങ്ങിയിരുന്നു. പെട്ടെന്ന് ആദിയുടെ ഫോൺ റിങ് ചെയ്തതും രണ്ടുപേരും ഒന്ന് ഞെട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.